ഹലോ മക്കളെ, ഈ ഓണപരീക്ഷ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു കിടിലൻ ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് എജുപോർട്ടിലൂടെ റിജി സാർ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എജുപോർട്ടിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ അധികമാരും തൊടാത്തതും എന്നാൽ തൊടാൻ പേടിയുള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് അടിച്ച് പരത്താൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ആനോഡിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കാഥോഡിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് റിഡോക്സ് അല്ലെങ്കിൽ റൈറ്റ് റിഡോക്സ് റിയാക്ഷൻസ്, റിഡോക്സ് രാസപ്രവർത്തനം എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചോളേ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളേ. അഥവാ നമുക്ക് ആനോഡ് എന്ന് എഴുതാം, മലയാളത്തിൽ എഴുതാം ആനോഡ്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ മക്കൾ പറഞ്ഞു കൊള്ളണം, അതിന്റെ പേരാണ് ഓക്സിഡേഷൻ. കേട്ടോ, ആനോഡിൽ ഏത് പ്രവർത്തനം നടക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോളണം ഓക്സിഡേഷൻ. മലയാളത്തിൽ ഞങ്ങൾ പറയുന്നു ഓക്സീകരണം എന്ന് പറയുന്നു, ഓക്സീകരണം. ഓക്കെ, അപ്പൊ മലയാളം ഇംഗ്ലീഷ് എഴുതി. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. ഇനി കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏത്, കാഥോഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഒട്ടും മടിയാതെ നമ്മൾ പറഞ്ഞോളാം, അതിന്റെ പേരാണ് റിഡക്ഷൻ. റിഡക്ഷൻ അഥവാ മലയാളത്തിൽ ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് നിരോക്സീകരണം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരിക. അപ്പോൾ ഓക്സീകരണവും നിരോക്സീകരണവും. ഇനി ഞാൻ അവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാം. ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. എന്താണ് റിഡോക്സ്? അതാണ് നമ്മൾ അടുത്ത ചോദ്യം. റിഡോക്സ് എന്താണ്, റിഡോക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യം. റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക, അഥവാ ഓക്സീകരണത്തിനെയും നിരോക്സീകരണയും ഒരുമിച്ച് ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്നത്. സാർ ഒന്നുകൂടി വ്യക്താക്കി തരാം. അവിടെ നോക്കി, റിഡക്ഷൻ, നിരോക്സീകരണത്തിന്റെ ഇംഗ്ലീഷാണ് റിഡക്ഷൻ. അതിന്റെ റെഡ് ഞാനും എടുത്ത്. ഓക്കെ, റെഡ് ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് 3 ലെറ്റർ. ഓക്സീകരണത്തിൻ്റെത് ഫസ്റ്റ് 2 ലെറ്ററും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ റെഡ് ഓക്സ്, ദാറ്റ് ഈസ് റിഡോക്സ്. അല്ലെ, റിഡക്ഷന്റെ റെഡും ഓക്സിഡേഷന്റെ ഓക്സും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് റിഡോക്സ് ഉണ്ടാക്കിയത് എന്നുള്ള വലിയ സത്യം മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്സിഡേഷൻ റിഡക്ഷനോട് കൂട്ടിക്കഴിഞ്ഞാൽ റിഡോക്സ് കിട്ടും എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ, നേടി. അങ്ങനെയാണ് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഇപ്പോൾ ഓൾറെഡി പഠിച്ചു. ഏതായിരുന്നു മക്കളെ? ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത്. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനാണ് നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഡോക്സ്. അതെങ്ങനെ വന്നു എന്ന് നമ്മൾ ഇപ്പം ഇവിടെ വ്യക്തമാക്കി അല്ലെ. അതായത് റിഡക്ഷന്റെ റെഡും ഓക്സിഡേഷന്റെ ഓക്സും, ദാറ്റ് ഈസ് റിഡോക്സ്. റെഡോക്സ് എന്ന് വായിക്കരുത്, റിഡോക്സ്. റെഡി. ഇനി നമുക്ക് ഓക്സിഡേഷന്റെ ഈ പ്രോസസ്സും റിഡക്ഷന്റെ ഈ പ്രോസസ്സും, ഓക്സീകരണത്തിന്റെ ഈ കാര്യവും നിരോക്സീകരണത്തിന്റെ ഈ കാര്യവും നമുക്കൊന്ന് മാറ്റി എഴുതാം. കേട്ടോ, നമുക്ക് അവിടേക്ക് എഴുതാം. Zn gives Zn 2++2 ഇലക്ട്രോൺസ്. വേണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഇടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇലക്ട്രോൺസിന്റെ ചാർജ് മുകളിലേക്ക് എഴുതുന്നതിൽ വിരോധമൊന്നുമില്ല. ഇനി കോപ്പർ 2++2 ഇലക്ട്രോൺസ് ഗിവ്സ് കോപ്പർ. റെഡി. ഇതിനെ രണ്ടിലൂടെയും കൂടി നമ്മൾ അങ്ങോട്ട് കൂട്ടാൻ പോവുകയാണ് അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? റിഡോക്സ് എന്ന് വിളിക്കുന്നത്. റിഡോക്സ് അല്ലെ. അതായത് ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷനും കാഥോഡിൽ നടക്കുന്ന റിഡക്ഷനും അല്ലെ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഇനി എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് അറിയോ? കൂട്ടേണ്ടത് ശ്രദ്ധിച്ചോളെ മക്കളെ, ശ്രദ്ധിച്ചോളെ. ഒന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. വേറെ ആരോടും നിങ്ങൾ ഈ രഹസ്യങ്ങളൊന്നും പറയരുത് കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഫസ്റ്റ് റിഡോക്സ് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസുമിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഇരുവശങ്ങളിലും ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താണ് മക്കളെ? തുല്യമാണ്. മുകളിലുള്ളത് 2, ഇവിടെ ഉള്ളത് 2. തുല്യമായാൽ നമ്മൾ എന്ത് ചെയ്യുക? അതങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക, കട്ട് ചെയ്യുക. ഒന്നും നോക്കണ്ട, കട്ട് പണ്ണുങ്ങോ കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് വന്നു, ഇവിടെ 2 ഇലക്ട്രോൺ വന്നു. ഈക്വൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, തുല്യമായിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇനി അടുത്തത്
വളരെ ഈസി ആയിട്ട് നമുക്ക് റിഡോക്സ് ചെയ്താം. ഒന്നുമില്ല മക്കളെ, ആദ്യം നിങ്ങൾ ആരോ ഇതാണ്, ആരോക്ക് ഇപ്പുറത്തുള്ളത് കൂട്ടുക, ലെഫ്റ്റ് സൈഡ്. അതിനുശേഷം ആരോക്ക് അപ്പുറത്തുള്ളതും കൂട്ടുക. ഓക്കെ, ആദ്യം ആരോക്ക് ഇപ്പുറത്തുള്ള കൂട്ടുക, അതിനുശേഷം ആരോക്ക് അപ്പുറത്തുള്ള കൂട്ടുക. ആരോക്ക് ഇപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? സിങ്കും ഉണ്ട്, കോപ്പറും ഉണ്ട്. അല്ല, സിങ്കും ഉണ്ട്, കോപ്പർ 2+ ഉണ്ട് അല്ലെ. സിങ്കിനെ കോപ്പർ 2+ കൊണ്ട് അങ്ങോട്ട് കൂട്ടുക. നോക്കിക്കോളെ, കൂട്ടി നോക്കിക്കോളെ. സിങ്കിനെ ആരെ കൊണ്ടാ കൂട്ടുന്നത്? സിങ്ക് കൂട്ടണം കോപ്പർ 2+, സിങ്ക് കൂട്ടണം കോപ്പർ 2+. ആ പിടിച്ചോളി, സിങ്ക് കൂട്ടണം കോപ്പർ 2+. അയ്വാ അല്ലെ, ഇങ്ങനെ എഴുതിയ സാധനം ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. മനസ്സിലാകാത്തവരാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സിങ്കിന് പകരം എ ആണെന്ന് വിചാരിക്കുക. സിങ്കിന് പകരം എ, കോപ്പർ 2+ന് പകരം ബി. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടി എങ്ങനെയാ? എനെ ബിയോട് കൂട്ടുക. ദാ എ കൂട്ടണം ബി, ഇങ്ങനെ കൂട്ടുന്നത് ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. ഇതാണ് റിഡോക്സ് കേട്ടോ. അതിന് നമ്മൾ ആദ്യം ആരോക്ക് ഇപ്പുറത്തുള്ള എഴുതി, എന്നിട്ട് നമ്മൾ ഈ ആരോ അതേപോലെ ഇട്ടു. ഇനി ആരോക്ക് അപ്പുറത്തുള്ളതാണ് നമ്മൾ എഴുതാനുള്ളത്. ആരൊക്കെ അപ്പുറത്തുള്ളത്? Zn2+നെ കോപ്പറിനെ കൊണ്ട് കൂട്ടുക. ദാ കൂട്ടിക്കോളി, Zn2+ പ്ലസ് കോപ്പർ, Zn2+ കോപ്പർ. Zn2+നെ കോപ്പർ കൊണ്ട് കൂട്ടുക. ദാ പിടിച്ചോളി, Zn2+ കോപ്പർ. മനസ്സിലായോ? ആദ്യം നമ്മൾ ആരോക്ക് ഇപ്പുറത്തുള്ള കൂട്ടി, സിങ്കിനെ കോപ്പർ 2+ കൊണ്ട് കൂട്ടി. ഇതാ സിങ്ക് കൂട്ടണം കോപ്പർ 2+. ഇങ്ങനെ കൂട്ടുന്നത് ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇനി ആരോക്ക് അപ്പുറത്തുള്ള ആരോ ഇടാൻ മറന്നു വരുത്. ആരോ അതേപോലെ ഇടുക. Zn2+ കോപ്പർ. Zn2+നെ പ്ലസ് കോപ്പർ കൂട്ടി. കണ്ടോ? ഇതിനെയാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്നത്. ഈസി ആണല്ലോ മക്കളെ, വളരെ ഈസിയാണ് എന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ആ പുഞ്ചിരിയാണ് എനിക്ക് നിങ്ങൾ തരുന്ന ഊർജം, എഡ്യൂപോർട്ടിന് തരുന്ന ഊർജം അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് വരെ ഇതിൻ്റെ അകത്ത് നിന്ന് സ്കോർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് റിഡോക്സ് ചെയ്താൽ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അടിയിൽ ഉൾപ്പെടുത്തണം. മാത്രമല്ല നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ നമ്മളെ എഡ്യൂപോർട്ടിൻ്റെ വീഡിയോസുകൾ ഷെയർ ചെയ്യാം. അടുത്ത ഒരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.